സീനിയർ നേതാവ് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്, ഇതാങ്ങൾ വിചാരിച്ച പഴയ മതൊന്നുമല്ല, ഇതൊരു പുത്തൻ പ്രസ്ഥാനാണ് എന്ന് ആവർത്തിച്ച് അയാൾ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് കൂടേണ്ട ആവശ്യമില്ല, അതൊന്ന് ഇഷ്ടമൊക്കെ കേട്ടോട്ടെ. ബാക്കി പ്രസ്ഥാനത്തെ ഒന്ന് ചെറുതായി പരിചയപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ്. ഒന്നാമതായി പ്രതിയോഗികളുടെ ജമാഅത്തെ ഇസ്ലാമിയെ എതിർകക്ഷിയായിട്ട് കാണുന്ന മുസ്ലിം സമുദായത്തിലെ ചില കക്ഷികളുടെ ഒരു ആരോപണം ഞാൻ ഉദ്ധരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ഒരു പുത്തൻ പ്രസ്ഥാനം അഥവാ പുത്തൻ പ്രസ്ഥാനങ്ങളിൽ ഒരു പ്രസ്ഥാനം. ഇത് ഒരു ആരോപണമായിട്ടാണ് ഉന്നയിക്കുന്നതെങ്കിലും ഞാനിത് ഒരു വസ്തുതയായി അംഗീകരിക്കുകയാണ്. തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമി ഒരു പുത്തൻ പ്രസ്ഥാനം. അപ്പൊ നേരത്തെ തബ്ലീഗിനെ കുറിച്ച് പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ സീനിയർ നേതാവാണ് പറയുന്നത് ഇതൊരു പുത്തൻ പ്രസ്ഥാനമാണ്. ആരോപണമായിട്ടാണ് പലരും ഉന്നയിക്കാറെങ്കിലും അത് വസ്തുതയായിട്ട് ഞാൻ പറയാണ്. ഹോട്ടലിൽ കയറിയിട്ട് പൊറാട്ട തിന്നപ്പോ അല്ലേ പറഞ്ഞില്ലേ, രണ്ടാമത്തെ എക്സ്ട്രാ പൊറാട്ട ഇത് പഴം പൊറാട്ടയാണോ ഇന്നലത്തതാണോ സംശയം ഉണ്ട് എന്ന് തിന്ന ആള് മാന്യതയെ പറഞ്ഞപ്പോ കൊണ്ടുവന്ന സപ്ലൈ ചൂടായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സംശയമുള്ളൂ, എനിക്ക് ഉറപ്പ് തന്നെയാണ്. ഇനിയിപ്പോ അവിടെ വേറെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ സീനിയർ നേതാവ് പറയാണ് പുത്തൻ പ്രസ്ഥാന ആരോപണമായിട്ടാ പറയല്, ഞാൻ വസ്തുതയായിട്ട് അംഗീകരിക്കാണ്, അത് സത്യ. ഇവർ ചില സത്യം അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്, ചിലത് അവരെന്നെ അറിയാത്ത വിഡിത്തും. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഖുത്ബ സുന്നിപ്പള്ളിയിലൊക്കെ അറബിയിലാണ് ഖുത്ബ ഓതാറുള്ളത്. കാരണം റസൂലുള്ളാഹിന്റെ പാരമ്പര്യം അങ്ങനെയാണ്. സ്വഹാബത്ത് കേരളത്തിൽ വന്ന് 10 പള്ളി ഉണ്ടാക്കിയിട്ട് ഹിജ്റ 1300 ചില്ലാന കൊല്ലം വരെ ഒരൊറ്റ ഖുത്ബയും അറബി അല്ലാത്ത ഭാഷയിൽ ഓതിയിട്ടില്ലല്ലോ. ആദ്യമായിട്ട് ലോകത്ത് തന്നെ ഖുത്ബ അറബി അല്ലാത്ത ഭാഷയിൽ ഓതിയതാരാ? മുസ്തഫ കമാൽ പാഷ. അയാൾ ബാങ്കടക്കം മാറ്റിയ തുർക്കി ഭാഷയിലേക്ക് മാറ്റിയ ആളാണ്. അതാണ് കോപ്പി അടിച്ചിട്ടൂടെ ഉമർ മൗലവിന്റെ നേതൃത്വത്തിൽ പരിഭാഷ തുടങ്ങിയത്. അല്ലാതെ ഒറ്റ പരിഭാഷ ഇല്ലല്ലോ. പക്ഷെ ആ പരിഭാഷയ്ക്ക് വേണ്ടി വാദിച്ചപ്പം അതിന്റെ ന്യായീകരണം പറഞ്ഞ കൂട്ടത്തില് പറഞ്ഞ ചെറിയൊരു വാദം എന്ന് പറഞ്ഞ തബ്ലീഗ് അലൈഹി എന്താണ് ഇത് ഇവരെ കഥ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമൊക്കെയുള്ള അങ്ങനെ മാന്യതയുള്ള ആരുടെയും അങ്ങനെ ഒന്നും പോരാട്ട ജെന്റിൽമാൻമാർ അങ്ങനെ മനസ്സിലാക്കാറുണ്ട് ചില ആളുകൾ. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇത് മൗദൂദി സാഹിബിന്റെ ജുമുഅ ഖുത്ബ എന്ന് പറഞ്ഞ പുസ്തകമാണ്, മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാണ്. ഇത് ഖുത്ബ ഭാഷയിൽ തെളിവ് നോക്കണേ. അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്നും തിരുമേനിയുടെ സുന്നത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ്, ഈ കാര്യം ചെയ്യാമെന്നാണ് എന്റെ അഭിപ്രായം. ഏത് ഖുത്ബ ഭാഷ? ചെയ്യാമെന്നാണ് എന്റെ അഭിപ്രായം. അഥവാ അത് ചെയ്യുന്നതിലാണ് കൂടുതൽ ഉത്തമം, അല്ലെങ്കിൽ ഈ കാര്യം ചെയ്യാതിരിക്കേണ്ടതാണ്, അഥവാ ചെയ്യാതിരിക്കലാണ് ശരി. എന്റെ പങ്ക് മനസ്സിലായത്? ആലോചിച്ച് നോക്കാണ് നിങ്ങൾ. പണ്ട് തല്ലിട്ടിട്ട് എനിക്ക് നല്ലോണം കിട്ടിയില്ലേ? ഒന്നുമില്ല, ഒന്നും കെട്ടാണെങ്കിൽ ഒന്നും കെട്ടണേ, പിന്നെ ഒന്നും കെട്ടാണെങ്കിൽ ഒന്നും കെട്ടന്നെയാണ് കിട്ടിയതൊക്കെ തന്നെയാണ്. നിങ്ങൾ ഈ പണ്ട് മലയാളമാണ് ഞാൻ വായിച്ചത്, സ്വത്തഹ അല്ല, ഞാൻ മലയാളം വായിച്ചത്. ഇതാണ് ജമാഅത്തുകാർ അന്തം. ഈ അന്തം വെച്ചിട്ട് എഴുതിയ കൂട്ടത്തില് അള്ളാന്റെ ഹബീബാകുന്ന മുത്തു മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി നേരത്തെ കൊളത്തൂർ ഉസ്താദ് ഇവിടെ സമയം എടുത്തിട്ട് നിങ്ങളെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞല്ലോ. എന്തേ? അഫ്ദലുൽ ബശരി ബഅദൽ അംബിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് തങ്ങൾ പോലും വിശ്വസിച്ചത് എന്താണ്? റസൂലുള്ളാഹി മരിച്ചിട്ടുണ്ടെങ്കിലും മരിച്ചിട്ടില്ല, വിളിച്ചാൽ കേൾക്കും, ആൻസർ കിട്ടുമെന്നല്ലേ. അതാ മുസ്ലിം ലോകത്തിന്റെ ഇജ്മാ, മുസ്ലിം ലോകത്തിന്റെ വിശ്വാസം. എന്നാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനം വളരെ വ്യക്തമായി 1987 ജനുവരിയിലേക്ക് പ്രബോധനത്തിൽ എഴുതുകയാണ്, പ്രവാചകന്മാർക്ക് മരിക്കാമെങ്കിൽ അവരെ മൃതദേഹങ്ങൾ മണ്ണിൽ മറമാടുകയും ചെയ്യാമെങ്കിൽ പിന്നെ അവ മണ്ണിൽ ചേരാതെ ഇരിക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേക ഗുണം ഉണ്ട് എന്ന് തോന്നുന്നില്ല. മൃതശരീരം വെളിയിലിരുന്ന് ജീർണിച്ച് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനാണല്ലോ മറമാടപ്പെടുന്നത്. അതായത് ജീവിച്ചിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ മൃതദേഹം ജീർണിക്കുന്നതിന് സൗകര്യം ചെയ്യുകയാണ് മറമാടലിന്റെ ഉദ്ദേശം.
പ്രവാചകന്മാരുടെ ശരീരങ്ങൾ ജീർണിക്കുകയില്ല എങ്കിൽ അവൻ മറമാടേണ്ട ആവശ്യം എന്താണ്? പുറത്ത് തന്നെ സൂക്ഷിച്ചാൽ പോരെ. ജീർണിക്ക മലയാളത്തിൽ പറഞ്ഞ ചീഞ്ഞു പോകുന്ന ഹബീബായ മുത്തുനബി തങ്ങള് ജീർണിച്ചു പോയി എന്ന് പച്ച മലയാളത്തിൽ ആവർത്തിച്ചെഴുതിയ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനം. പിന്നെ എങ്ങനെ അവർ സംശുദ്ധ തൗഹീദിന്റെ ആളുകളാകും? എങ്ങനെ ഒറിജിനൽ ഇസ്ലാമിന്റെ ആളുകളാകും? എങ്ങനെ സാധുക്കളായിട്ട് മാറും? അപ്പൊ ഇത് ഉദാഹരണമാണ്. ഇനി നമ്മളെ കാഫറാക്കുന്ന വിഷയത്തിൽ ഒട്ടും പുറകിലല്ല. KC അബ്ദുള്ള മൗലവിയുടെ പുസ്തകമുണ്ട് പരലോകം ഖുർആനിലും. അതിലിങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ യേശുദേവനും മറ്റും വിളിച്ചു തേടിയ ആളുകളെ പറഞ്ഞിട്ട് വദ്ദുസ്വാനെ വിളിച്ചു തേടിയ മുശ്രിക്കുകളെ പറ്റി പറഞ്ഞോട് ഇങ്ങനെ പറഞ്ഞു. മൊയ്തീൻ റിഫായി തുടങ്ങിയ ശൈഖന്മാരെ വിളിച്ചു തേടിയ മുശ്രിക്കുകൾ പുതിയ അടവ് കൂടെ പയറ്റുകയാണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ മുശ്രിക്കുകളാണ് എന്ന് അവരും എഴുതിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞ ഒരു തിജും പെരക്കാകാം, എല്ലാ വിധത്തും കണക്കാണ്. അത് ഈ ജമാഅത്ത് ഇസ്ലാമി അക്കൂട്ടത്തിൽ തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തും.